ഇതിക്ക് ലോക ടെന്നീസ് ഭൂപടത്തിൽ ഇടമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ലഭിച്ച ഇടിമുഴക്കമുള്ള ഉത്തരമായിരുന്നു സാനിയ മിർസ. ഇന്ത്യൻ ടെന്നീസിലെ ആ ഇടിമുഴക്കം റാക്കറ്റ് താഴെ വെച്ചിരിക്കുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ വേദിയിൽ വികാരാധീനയായി ഗ്രാൻഡ് സ്ലാം വേദികളോട് വിട പറഞ്ഞ സാനിയ തല ഉയർത്തിയാണ് മടങ്ങുന്നത്. തന്റെ അവസാന ഗ്രാൻഡ് സ്ലാം വേദിയായ ഓസ്ട്രേലിയൻ ഓപ്പണിൽ രോഹൻ ബൊപ്പണ്ണയ്ക്കൊപ്പം മിക്സഡ് ഡബിൾസ് 2ാം സ്ഥാനം നേടിയാണ് സാനിയ ഗ്രാൻഡ് സ്ലാം വേദികളിൽ നിന്നും വിട പറയുന്നത്. ഇതിനോടകം 6 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ഉയർത്തിയാണ് സാനിയ മിർസ കരിയർ അവസാനിപ്പിക്കുന്നത്. 3 മിക്സഡ് ഡബിൾസ് കിരീടങ്ങളും 3 വനിതാ ഡബിൾസ് കിരീടങ്ങളും സാനിയയുടെ ഗ്രാൻഡ് സ്ലാം നേട്ടങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലോക ടെന്നീസിലെ മുൻനിര വനിതാ താരങ്ങളായിരുന്ന സ്വെറ്റ്ലാന കുസ്നെറ്റ്സോവ, വെര സ്വെനേരോവ, മരിയോൺ ബാർട്ടോളി, മാർട്ടിന ഹിംഗിസ് മകൻ ഇക്സാന്റെ ജനനത്തോടെ ദീർഘകാലം കളത്തിൽ നിന്ന് വിട്ടുനിന്നതിനു ശേഷം അവിശ്വസനീയ തിരിച്ചുവരവിലൂടെ സാനിയ ഏവരെയും വിസ്മയിപ്പിച്ചു. മെൽബണിലെ റോഡ് ലാവർ അറീനയിൽ സംസാരിക്കവേ വികാരം അടക്കാനാകാതെ വിതുമ്പിക്കരഞ്ഞാണ് സാനിയ മിർസ പടിയിറങ്ങുന്നത്. എൻ്റെ മകൻ്റെ മുന്നിൽ വെച്ച് ഒരു ഗ്രാൻഡ് സ്ലാം ഫൈനൽ കളിക്കാൻ ഇറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ കരഞ്ഞാൽ അത് എൻ്റെ സന്തോഷ കണ്ണീരാണ്, ദുഃഖം കൊണ്ടുള്ളതല്ല എന്നായിരുന്നു സാനിയയുടെ വാക്കുകൾ. എൻ്റെ പ്രൊഫഷണൽ കരിയറിന് തുടക്കമിടുന്നത് മെൽബണിൽ വെച്ചാണ്. എൻ്റെ ഗ്രാൻഡ് സ്ലാം മത്സര കരിയർ അവസാനിപ്പിക്കാൻ ഇതിനേക്കാൾ മികച്ച വേദി കിട്ടുമെന്ന് കരുതുന്നില്ലെന്ന വിതുമ്പലടക്കി സാനിയ വിട പറഞ്ഞു. 20 കൊല്ലം നീണ്ട പ്രൊഫഷണൽ കരിയറിന് സാനിയ 36ാം വയസ്സിൽ തിരശ്ശീലയിടുമ്പോൾ സംഭവ ബഹുലമായ സാനിയയുടെ കരിയർ ഗ്രാഫ് രാജ്യത്തെ ടെന്നീസ് താരമാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പ്രചോദനമാണ്. കളത്തിനകത്തും പുറത്തും സാനിയ തലക്കെട്ട് സൃഷ്ടിച്ചിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായ ഷുഹൈബ് മാലിക്കിനെ വിവാഹം ചെയ്തതിലടക്കം വിവാദങ്ങൾ കളം നിറഞ്ഞപ്പോഴും സാനിയയുടെ റാക്കറ്റിനെ അതൊന്നും ബാധിച്ചിരുന്നില്ല. കളത്തിനു പുറത്ത് ഒരു സ്ത്രീ എന്ന നിലയിൽ നേരിടേണ്ടി വന്ന സദാചാര പോലീസിങ്ങിനോട് സാനിയ കലഹിച്ചിട്ടുണ്ട്. കളിക്കളത്തിലെ വസ്ത്രധാരണവും മതവുമായി ബന്ധപ്പെടുത്തി സാനിയയ്ക്കെതിരെ ഉണ്ടായ ചർച്ചകളെ അവർ അവഗണിക്കുകയായിരുന്നു. പിന്നീട് ഒരിക്കൽ സാനിയ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരുപാട് സദാചാര പോലീസിങ്, ഇത് ധരിക്കൂ അത് ധരിക്കൂ, എന്തിന് ഒരു ടീഷർട്ട്, എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ അവകാശമുണ്ട്, അവരെ അവഗണിക്കാൻ എനിക്കും അവകാശമുണ്ട്. ഇന്ത്യയിൽ വനിതാ കായിക താരങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും ഗൗരവമായ വിഷയത്തെക്കുറിച്ചും സാനിയ നിലപാട് പറഞ്ഞിരുന്നു. ഒരു സ്ത്രീ സെലിബ്രിറ്റി ആകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. ആളുകൾ പലതും ചോദിക്കും, നിങ്ങൾ എന്തു ധരിക്കും, എങ്ങനെ സംസാരിക്കും, നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു കുഞ്ഞ് ഉണ്ടാകുക, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ഈ പുരുഷന്മാരുടെ ലോകത്ത് മുന്നോട്ടു പോകാൻ നമ്മൾ പോരാടേണ്ടതുണ്ട്. ജനിച്ചു വളർന്ന സാമൂഹ്യ മത സാഹചര്യങ്ങളോടുകൂടി പോരാടി വിജയം വരിച്ച വനിതാ കായിക താരമെന്ന നിലയിൽ കൂടി വേണം സാനിയ മിർസയെ അടയാളപ്പെടുത്താൻ.